യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റുകളുടെ 4ാം ഘട്ടത്തിൻ്റെ 2ാം ഭാഗം ജൂലൈ 15 മുതൽ 31 വരെ വളരെ സജീവമായി ധാരാളം ഫ്ലൈറ്റുകൾ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന വാർത്തയാണ് ഇന്നെത്തിയത്. ഒരുപാട് പേർക്ക് ആശ്വാസമാകും. ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നൊരു അസന്നിഗ്ധാവസ്ഥ അറിയാമല്ലോ. ഒരു ആശ്ചര്യജനകമായിരിക്കുന്നൊരവസ്ഥയുണ്ട്. എന്താണ് കാരണമെന്ന് പോലും ബോധ്യപ്പെടുത്താതെ വിദേശ വിമാന കമ്പനികൾ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്ക് അത് പോകാൻ അനുവദിക്കാത്ത സാഹചര്യം കൊണ്ട് പല ഫ്ലൈറ്റുകളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. നാളെ തന്നെ കാവ്യ ഫിലിം കമ്പനി എല്ലാവരെയും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ശരിയാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത്രയും ആളുകളും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇനിയും പെർമിഷൻ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് മാറ്റേണ്ടി വരുമായിരിക്കും. ഇന്ത്യൻ വിമാന കമ്പനികളെ അതിലേക്ക് മാറ്റേണ്ടി വരുമായിരിക്കും. എന്നാലും നാളെ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ഒരുപക്ഷെ ഒരു ദിവസം നീണ്ടുപോകാം, 2 ദിവസം നീണ്ടുപോകാം. നാളെ അതിൻ്റെ പുതിയ പെർമിറ്റിൻ്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതിപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ ദുബായ് വാർത്ത കൂടി ഇടപെട്ട കാര്യത്തിലെ ഒരു ഫ്ലൈറ്റിൻ്റെ വിഷയമാണ് ഈ പറയുന്നത്. ഞങ്ങളുടെയും 10 പേരെ കൊണ്ടുപോവുകയാണ് ആ ഫ്ലൈറ്റിൽ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അയച്ചു തന്ന ആൾക്കാരിൽ നിന്നാണ് ഈ 10 പേരും. എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂട്ടത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഈ സൗജന്യമായിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന, അല്പം പോലും കൊമേഴ്ഷ്യൽ അല്ലാത്ത ഈ സന്മനസ്സുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളുമൊക്കെ മുന്നോട്ട് വന്ന ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ഫ്ലൈറ്റുകളിലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവർക്കെങ്കിലും ചില ആനുകൂല്യങ്ങൾ കൊടുക്കാമായിരുന്നു. നമ്മൾ തിരിച്ചറിയുകയാണ്. അവസരങ്ങൾ ഇങ്ങനെ ഇല്ലാതാക്കപ്പെടുകയാണ്. ഏതായാലും 15-ാം തീയതി കൊച്ചിയിലേക്ക്, കോഴിക്കോട്, കണ്ണൂർ, 16-ാം തീയതി കണ്ണൂർ, കൊച്ചി, ബാംഗ്ലൂർ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, എന്ത് ചെയ്യണമെന്ന്. 16-ാം തീയതി ഉണ്ട്. 17-ാം തീയതി കൊച്ചി, കോഴിക്കോട്, 18 കൊച്ചി, കോഴിക്കോട്, 19-ാം തീയതി കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം, 20-ാം തീയതി കോഴിക്കോട്, ഇങ്ങനെ പോകുന്നു. 31-ാം തീയതി വരെയുള്ള പട്ടിക വിശദമായി അടുത്ത ദിവസം അത് പ്രസിദ്ധീകരിക്കാം. ഇതിനിടയിൽ പ്രൈവറ്റ് ജെറ്റുകൾ 13 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന, ഒരാൾക്ക് 14,500 15,000 ദിർഹം വേണമെന്ന് പറഞ്ഞിരുന്ന ആ കച്ചവടം പെട്ടെന്നങ്ങ് നിന്നുപോയി. വരാൻ പറ്റില്ല, അതിൻ്റെ പെർമിഷനും ബ്ലോക്കാക്കി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നാട്ടിലാളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി നാട്ടിൽ നിന്ന് വേറെ ചില ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് വരാനുണ്ട് എന്ന് പറഞ്ഞ് ടിക്കറ്റ് സെല്ലിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ അന്തിമാനുമതി ആയിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൈസ കൊടുക്കട്ടെ. പലരും ചോദിക്കുന്നു നാട്ടിൽ വാട്സപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്ക് സന്ദേശങ്ങളൊക്കെ ആവശ്യം പോലെയാണ്. ഇതിലേക്ക് കാശിടൂ, ഞങ്ങൾ കൊണ്ടുപോകാം, കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകാം, കോഴിക്കോട്ട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞ സന്ദേശങ്ങളുണ്ട്. പല വിമാന കമ്പനികളുടെ പേര് പറയുന്നുണ്ട്. അവരവരെ വിശ്വസിച്ചിട്ട്, അതായത് ആരാണോ നിങ്ങളുടെ കാശ് ചോദിക്കുന്നത് അവരെ വിശ്വസിച്ചിട്ട് അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി നിങ്ങൾ ചെയ്യൂ. ഞങ്ങൾ പറയുന്നത് കേട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം ഇതിപ്പോൾ പല വിധത്തിലുള്ളൊരു രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിടത്ത് കാശ് കൊടുക്കുമെന്നോ ഇന്നിടത്ത് കാശ് കൊടുക്കരുതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇത്തരത്തിൽ ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടി വിമാന കമ്പനികൾ മുന്നോട്ട് വന്നാൽ, അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അതിൽ കമ്പനികൾ മുന്നോട്ട് വന്നാൽ, അവരുടെ സമ്മർദ്ദം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട DGCA എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചേക്കാം. അത് ഒരു വശം. രണ്ടാമത്തെ വശം ചിന്തിക്കേണ്ടത്, നിങ്ങൾ കാശ് കൊടുക്കുന്നത് വിശ്വസ്തനായ ഒരാൾക്കാണോ, വിശ്വസ്തമായ കമ്പനിക്കാണോ? നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ ആ വണ്ടി ഓടിയില്ലെങ്കിൽ? അതൊക്കെ നിങ്ങളുടെ സ്വന്തം സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കിയിട്ട് വേണം കാശ് കൊടുക്കാൻ. 1,200 ദിർഹം മുതൽ 1,600 ദിർഹം വരെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അതായത് 30,000-ഓട് അടുപ്പിച്ചുള്ള ഇന്ത്യൻ രൂപ പറഞ്ഞുകൊണ്ടാണ് ഒരു സീറ്റ് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് അല്ലെങ്കിൽ UAEയിലേക്ക് ഓഫർ ചെയ്യുന്നത്. ആ കാശ് കൊടുക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിച്ച് ആർക്കാണ് കൊടുക്കുന്നത്, എങ്ങനെ തിരിച്ചു കിട്ടും, പോയില്ലെങ്കിൽ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രമേ ദുബായ് വാർത്തയ്ക്ക് ഇപ്പോൾ അറിയിക്കാൻ പറ്റുകയുള്ളൂ. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നാളെ ആ ഫ്ലൈറ്റ് അനുമതി കിട്ടി പുറപ്പെട്ടാൽ ഞങ്ങൾ കുറ്റക്കാരാവും. കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുറപ്പെടാതെ ആ ഫ്ലൈറ്റിൻ്റെ ആളുകൾ മുങ്ങിപ്പോയാൽ അതും നമ്മൾ കുറ്റക്കാരാവും. അതുകൊണ്ട് നോക്കിക്കണ്ട് നിങ്ങളെ ആരാണ് സമീപിക്കുന്നത്, അജ്ഞാതനായ ഒരാൾക്ക് നിങ്ങൾ കാശ് കൊടുക്കരുത്. നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾക്കറിയാവുന്നൊരു കമ്പനി, നിങ്ങൾ വിശ്വസിക്കുന്ന കമ്പനി, നിങ്ങൾ കാശ് കൊടുക്കൂ. തിരിച്ചു തരുമെങ്കിൽ ആ ഒരു വ്യവസ്ഥയോടുകൂടി കൊടുക്കൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
ഏതായാലും വെള്ളിയാഴ്ച വരെ ഫ്ലൈറ്റുകളൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. അതുകൊണ്ട് ഈ കെട്ടുതാലിയൊക്കെ വിറ്റിട്ടും പണയപ്പെടുത്തിയിട്ടും കാശെടുക്കുന്നവരാണെങ്കിൽ 1-2 വട്ടം ആലോചിച്ചിട്ട് ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ളതൊന്ന് ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയ ശേഷം കൊടുക്കുക. വിസിറ്റ് വിസ ഇന്നലെ മുതൽ ഇഷ്യൂ ചെയ്ത് തുടങ്ങിയല്ലോ. ജൂലൈ 7 ഇന്നലെ, ഇന്ന് ജൂലൈ 8. ഇന്ന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത പല ഇന്ത്യൻ വിസകളും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പല ഏജന്റുമാരും അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുടേത് ഇന്ന് കൊടുത്തിട്ട് ഹോൾഡിൽ കിടക്കുകയാണ് UAE-യിൽ. ഇതുവരെ അനുമതി, ഈ രാത്രി വരെ ഞങ്ങൾ ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്ന 9:45 മണി വരെ പല വിസകളും കൊടുത്തിട്ടില്ല, ഹോൾഡിലാണ്. അതേസമയം ഇന്നലെ അപ്ലൈ ചെയ്തവർക്കെല്ലാം പെട്ടെന്ന് കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ, നേപ്പാൾ അടക്കമുള്ള, ശ്രീലങ്ക അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ഒന്നും കിട്ടിയിട്ടില്ല. അതേസമയം ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ വിസ അപേക്ഷിച്ചത് കിട്ടിയിട്ടുമുണ്ട് എന്നാണ് ഏജന്റുമാർ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ അടുത്ത ദിവസം ഔപചാരികമായിട്ട് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റോ മറ്റോ അറിയിക്കുമായിരിക്കും. ഇന്ന് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? മറ്റെന്തെങ്കിലും സാങ്കേതികമായ തകരാറാണോ, അതോ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ദിവസം കൂടി നിരീക്ഷിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന് തീരുമാനിച്ചതാണോ, അതോ വന്ന ടൂറിസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് നല്ല ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പുനഃക്രമീകരണങ്ങൾ നടത്തിയതാണോ? ബുർജ് ഖലീഫയിലൊക്കെ അതിഗംഭീരമായ സ്വീകരണമാണ് ടൂറിസ്റ്റുകൾക്ക് ഇന്ന് കിട്ടിയെന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്. വലിയ വലിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലേക്കാണ് ദുബായ് സഞ്ചരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള 10 രാജ്യങ്ങൾ, അവിടെ നിന്നുള്ള ആളുകൾ UAE-യിലേക്ക് വരണമെങ്കിൽ, എമിറേറ്റ്സിൽ കയറ്റിക്കൊണ്ടുവരണമെങ്കിൽ, നാളെ ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നാളെ എന്ന് വെച്ചാൽ നാളെ അല്ല, 9-ാം തീയതി അല്ല ഉദ്ദേശിക്കുന്നത്, ഭാവിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കേഷൻ നാട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ വേണം എന്ന കാര്യം എമിറേറ്റ്സ് ഒരു അറിയിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഈജിപ്തും ഇറാനും ഫിലിപ്പൈൻസും റഷ്യയും അമേരിക്കയും ടാൻസാനിയും ഒക്കെ ഈ പട്ടികയിൽ വരുന്ന 10 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. അമേരിക്കയും റഷ്യയും അതിനകത്തുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന സ്പെഷ്യൽ ഡോഗ് സ്ക്വാഡ് UAE-യിൽ സന്നദ്ധമായിരിക്കുകയാണ്. വലിയ വലിയ ഈവന്റ് നടക്കുമ്പോഴോ എയർപോർട്ടുകളിലോ ഈ പട്ടികൾ പോകും. K9 എന്നാണ് പറയുന്നത്, കനൈൻസ് എന്നും പറയപ്പെടും. അതിൽ നിന്നായിരിക്കണം K9 ഉണ്ടായിരിക്കുന്നത്. ഈ നായ സ്ക്വാഡ് പോയിട്ട് ആളെ ചാടി പിടിച്ചിട്ട് ഇദ്ദേഹത്തിന് കോവിഡ് ഉണ്ട് എന്ന് പറയുന്നു വെച്ചാൽ പെരുമാറും. അത് മനസ്സിലാക്കി ബാക്കി പോലീസ് ഈ നായയുടെ സഹായത്തോടു കൂടി ആളെ കൊണ്ടുപോയി പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തിയിട്ട് ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. അങ്ങനെയുള്ള സംവിധാനം, പരിശീലനം, മണം പിടിച്ചു പോയിട്ട് ഈ രോഗബാധയെ കണ്ടുപിടിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുന്നു ശാസ്ത്രത്തിൻ്റെ ജൈവ വൈഭവം. UAE-യിലെ ഫ്രണ്ട് ലൈൻ ഹീറോസ് എന്ന് പറഞ്ഞൊരു ഓഫീസ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ക്രൈസിസ് വന്നാൽ, എമർജൻസി വന്നാൽ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി ഒരു ഓഫീസ്, അതിൻ്റെ സാമ്പത്തികവും ഭരണപരവുമായ ചെലവുകളും സ്വാതന്ത്ര്യവുമെല്ലാം അതിന്മേൽ തന്നെ കുടികൊള്ളുന്ന വിധത്തിലുള്ള വലിയൊരു ഓഫീസ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷേഖ് ഖലീഫയുടെ നിർദ്ദേശപ്രകാരം, അതേസമയം അബുദാബി കിരീടാവകാശി ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സജീവമായിട്ടുള്ള ഫ്രണ്ട് ലൈൻ ഹീറോസ് ഓഫീസ് നിലവിൽ വന്നിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അതിനകത്തുണ്ടാകും. ദുബായ് എക്സ്പോ നടക്കാൻ പോകുന്ന സൈറ്റിലേക്ക് 15 കിലോമീറ്റർ എക്സ്റ്റൻഷൻ മെട്രോ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ന് UAE-യുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. 7 സ്റ്റേഷനുകളാണ് വരുന്നത്. ജബലലി മുതൽ എക്സ്പോ സ്റ്റേഷൻ വരെയുള്ള 11 ബില്യൺ ദർഹം പ്രോജക്റ്റാണ് അങ്ങനെ വന്നിരിക്കുന്നത്. 7 സ്റ്റേഷനാണ്. 2021 ഒരു ദിവസം 1.25 ലക്ഷം ആളുകളെ കൊണ്ടുപോകാം. 2030 ആകുമ്പോൾ ഒരു ദിവസം 2.25 ലക്ഷം ആളുകൾക്ക് പോയി വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ 1 മണിക്കൂറിൽ 46,000 യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനമാണ്. ജബലലി സ്റ്റേഷൻ, ഗാർഡൻ സ്റ്റേഷൻ, ഡിസ്കവറി ഗാർഡൻസ്, അൽഫുർജാൻ, ജുമേര ഗോൾഫ് എസ്റ്റേറ്റ്, DIP എക്സ്പോ സ്റ്റേഷൻ എന്നിങ്ങനെയാണ് ഈ 7 സ്റ്റേഷനുകളുടെ പേരുകൾ. 5,22,000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഒരു ദിവസം ഈ എക്സ്പോ സ്റ്റേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷൻ എന്ന കാര്യവും കൂടി അറിയിക്കുകയാണ്. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഏകീകൃത പ്രോട്ടോകോൾ ഉണ്ടാക്കുകയാണ് UAE മൊത്തത്തിൽ. ഓരോ എമിറേറ്റുകൾക്ക് വ്യത്യാസമല്ല. അബുദാബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഫുൾ റീ ഓപ്പണിംഗിലേക്ക് UAE പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ തന്നെ ഡൊമസ്റ്റിക് ടൂറിസം ഓപ്പൺ ചെയ്തു കൊടുത്തു. പുതിയ സ്റ്റിമുലസ് പാക്കേജ് ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ടാക്സ് കുറച്ചു കൊടുക്കുന്നതടക്കമുള്ള ഒരുപാട് സ്റ്റിമുലസ് പാക്കേജുകൾ കൊണ്ടുവരികയാണ് കഷ്ടനഷ്ടങ്ങൾ നേരിടാൻ വേണ്ടി. അതുപോലെ 2023 വരെ നോക്കേണ്ടതില്ല, 2019 സാഹചര്യം തിരിച്ചു വരുമെന്ന് എന്നുകൂടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എത്തിഹാദ് അരീന ഓപ്പൺ ചെയ്യുന്നത് ഈ ഏപ്രിൽ ഓപ്പൺ ചെയ്യാൻ വെച്ചിരുന്നതാണ്. അബുദാബിയിൽ 16,000 പേർക്ക് ഇരുന്ന് ഇവൻ്റ് കാണാൻ പറ്റിയ സംവിധാനമാണ്. അത് ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെ ഇനി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ലോകം മുഴുവനും അബുദാബിയുടെ ടൂറിസം പ്രൊമോഷനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ വരികയാണ്. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് രാത്രി അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ചില ശാസ്ത്ര അറിവുകളുണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാം. ഇന്ന് കുറേ തൊഴിലവസരമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു തൊഴിലവസരങ്ങൾ വളരെ പ്രധാനപ്പെട്ട, വളരെ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന ബ്രിഡ് സ്റ്റാർ മൊബൈൽസ് എന്ന് പറയുന്ന കമ്പനി നിരവധി ലുലു ഔട്ട്ലെറ്റുകളിൽ മൊബൈൽ ഷോപ്പുകൾ, ലാപ്ടോപ്പ് ഷോപ്പുകൾ, നമുക്ക് എന്തെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങൾ വേണോ അതെല്ലാം ഏറ്റവും കുറഞ്ഞ അന്നുള്ള മാർക്കറ്റ് വിലയ്ക്ക് നോക്കിയിട്ട് വിൽക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ സർവീസിനും ഏറ്റവും പേരുകേട്ട UAE ഏറ്റവും വലിയ നെറ്റ്വർക്കായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. മലയാളികളുടെ സംരംഭമാണ്. അവർ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്കിപ്പോൾ ഇന്ന് രാത്രി കിട്ടിയാൽ കൂടുതൽ മൊബൈൽ ടെക്നീഷ്യന്മാരെ എടുക്കാനുള്ള സാഹചര്യത്തിൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് മൊബൈൽ ശരിയാക്കണം, ലാപ്ടോപ്പ് ശരിയാക്കണം, അങ്ങനെ ഐപാഡ് ശരിയാക്കണം, പുതിയത് വാങ്ങുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്തു കൊടുക്കണം. സർവീസുകളെല്ലാം പൊട്ടിയ ഫോൺ കൊടുത്താലും തിരിച്ച് നല്ല ഫോൺ കൊടുക്കുന്ന സ്ഥാപനമായിട്ട് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഒരുപാട് ടെക്നീഷ്യന്മാർ വേണം. ഇപ്പോൾ 5എങ്കിൽ 5, 10എങ്കിൽ 10 ഇന്ന് രാത്രി പോലും അവർക്ക് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബ്രിഡ് സ്റ്റാർ മൊബൈൽസ് നെറ്റ്വർക്ക്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മൊബൈൽ ടെക്നീഷ്യനായിട്ട് പരിചയം, നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ വന്നവരുണ്ടോ, ഇവിടെ തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ടോ, അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ മിടുക്കന്മാർ നിന്നിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കടകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ജോലി കിട്ടാൻ പറ്റിയൊരു അവസരമാണ് ബ്രിഡ് സ്റ്റാർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ടെക്നീഷ്യന്മാർ നല്ല ശമ്പളവും ഇൻസെൻറ്റീവും ഒക്കെ കിട്ടും. ഒരു ദിവസം കൂടുതൽ ജോലി ചെയ്താൽ, കൂടുതൽ ടെക്നീഷ്യൻ്റെ ജോലി എടുത്തു കൊടുത്താൽ എക്സ്ട്രാ ഇൻസെൻറ്റീവ് കൂടി കൊടുക്കുന്ന സമീപനമാണ് ബ്രിഡ് സ്റ്റാർ സ്വീകരിക്കുന്നത്. വാട്സപ്പ് ഒന്ന് എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിച്ചു കൊടുത്തോളൂ, ഷെയർ ചെയ്ത് കൊടുത്തോളൂ. 055-106-4205 055-106-4205 ഇതിലേക്ക് വാട്സപ്പ് അയക്കും. ഇപ്പോൾ തന്നെ CV എന്ന് പറഞ്ഞ് വലിയൊരു കെട്ടൊന്നും അയക്കേണ്ടതില്ല. ഏബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി, ക്വാളിഫൈഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യ വിവരം അറിയിച്ചാൽ മതി. അവർ ഇന്ന് രാത്രിയോ നാളെയോ തന്നെ വിളിക്കുകയും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരപ്പെടും. എന്നിട്ട് പോയി ജോലിക്ക് ജോയിൻ ചെയ്യാം. അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്. വിപുലീകരണത്തിൻ്റെ പുതിയ പാതയിലൂടെ ബ്രിഡ് സ്റ്റാർ പോവുകയാണ്. ഒരു ഇമെയിൽ ഐഡിയും ഉണ്ട്, റഫീഖ് rafeek@pluspointmobiles.com. സഹോദര സ്ഥാപനമാണ് ബ്രിഡ് സ്റ്റാറിൻ്റെ. pluspointmobiles.com PLUS+. അപ്പോൾ ഇന്ന് തന്നെ ഒരു 5-10 പേർക്ക് ജോലി കിട്ടുമെങ്കിൽ ദുബായ് വാർത്തയ്ക്ക് വലിയ സന്തോഷമായി. അതുപോലെ ഇന്നലെ കാർ ബോക്സ് പറഞ്ഞു എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാറിൽ AC ഫില്ല് ചെയ്ത് കൊടുക്കാം, ഒരു ഹെൽത്ത് ചെക്കപ്പ് കാറിൽ നടത്തി കൊടുക്കാം ഫ്രീ ആയിട്ട്. ദുബായ് വാർത്ത എന്ന വാക്ക് എഴുതി അയച്ചാൽ മതി പറഞ്ഞ 0502468-050 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് നമ്മൾ കൊടുത്തതിന് ശേഷം 100 കണക്കിന് ആളുകൾ ആ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു ദുബായ് വാർത്തയെന്ന്. ഞങ്ങൾ ആ സന്തോഷം പങ്കുവെക്കുകയാണ്, ചാരിതാർത്ഥ്യം പങ്കുവെക്കുകയാണ്. ഞങ്ങൾ പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ അയച്ചല്ലോ, നമ്മുടെ പേരെഴുതിയിട്ട് നമ്മൾ അയച്ചല്ലോ. അത് വളരെ സന്തോഷത്തോടെ ഒരു കാർ ബോക്സിൻ്റെ മാനേജ്മെൻറ്റ് സ്വീകരിക്കുകയും എത്ര മെസ്സേജ് വന്നോ അത്രയും പേർക്കും ഫ്രീ ആയിട്ട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുമെന്ന് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വന്നു. എന്നാലും കുഴപ്പമില്ല, ഈ 31 മുമ്പ് തീർക്കാവുന്ന വിധത്തിൽ സർവീസുകൾ ചെയ്തു കൊടുക്കും. ഇന്ന് മുതൽ ഏതാണ്ട് ഇന്നലെ വന്ന 1-2 സ്റ്റാഫിന് മെനക്കെട്ട് അതിനുവേണ്ടി തന്നെ ഇരുത്തി ഓരോരുത്തരെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 50% ആയിട്ടില്ല, വിളിച്ചു കഴിഞ്ഞു.
ഇന്നും കുറേ പേർ വന്നിട്ട് ആ സർവീസ് പ്രയോജനപ്പെടുത്തിപ്പോയി, സന്തോഷത്തോടെ പോയി. അവിടെ വന്ന ചില ആളുകൾ സർവീസ് കണ്ടിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തത് കണ്ടിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് ഇനിയുള്ള കാലം നമ്മളിവിടെ വരുമെന്നൊക്കെ പറഞ്ഞു പോയവരുടെ ആ സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം വിശ്വസിച്ചിട്ട് വന്ന കാർബോക്സിന് ഒരു ബിസിനസ് ഒരു ദർഹത്തിൻ്റെ ആ വകയിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് അതിനേക്കാൾ ചാരിതാർത്ഥ്യം വേറെയില്ല എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. സന്തോഷമായ കാര്യത്തിൽ അതുകൊണ്ട് വിളി വരും, ബാക്കി വിളി കിട്ടാത്തവർക്ക് വിളി കിട്ടും, കാത്തിരിക്കുക, ചെയ്തിരിക്കും. പറഞ്ഞ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, എന്നാൽ ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമല്ല, എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഇത് വായുവിലൂടെ പകരും ഈ കോവിഡ് വൈറസ്. തുപ്പൽ വായിൽ നിന്ന് തെറിച്ച് മറ്റൊരാളിലേക്ക് പോകുന്നത് മാത്രമല്ല, ഇതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന് മറ്റൊരാളിലെത്തും, ദൂരെയുള്ള ആളിലെത്തും. നമ്മുടെ മീസിൽസ് പോലെ, ട്യൂബർകുലോസിസ് ക്ഷയരോഗത്തിൻ്റെ അടുക്കൽ പോകുന്ന പോലെ, ചിക്കൻ ബോക്സ് പോകുന്നത് പോലെ. ഇപ്പോൾ WHO ലോകാരോഗ്യ സംഘടന എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ സംഭവിക്കാം. എമർജിങ് എവിഡൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്ന വാക്ക്. ഇങ്ങനെ വായുവിലൂടെ ഈ വൈറസ് പകരും എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടായി വരുന്നു എന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ നമ്മളതിനെ ആശങ്കയോടുകൂടി തന്നെ, എന്നാൽ അതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഈ മാസ്ക് എന്നുള്ളത് അതിനിർബന്ധമായി ധരിച്ചാലേ പറ്റൂ. നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമാണ് ഈ ധൂളികൾ, ഡ്രോപ്ലെറ്റ്സ് പുറത്തു വരുന്നത്. ഈ രണ്ട് മാർഗങ്ങളാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതിനെ അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കാര്യങ്ങൾ. ഏതെങ്കിലും സാഹചര്യത്തിൽ രോഗമുള്ള ഒരാൾ, മൂക്ക് ചീറ്റിലുള്ള ഒരാൾ, പ്രശ്നമുള്ള ഒരാൾ, തൊണ്ടവേദനയുള്ള ഒരാൾ, ലക്ഷണമുള്ള ഒരാൾ പുറത്തിറങ്ങരുത് എന്നുള്ള ശാസ്ത്ര സത്യം അനുസരിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും സാഹചര്യത്തിലൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അടുത്ത ആളുകളില്ലല്ലോ എന്ന് കരുതി മാസ്ക് മാറ്റിക്കളയരുത്. അത് വളരെ ബലവത്തായി തന്നെ വയ്ക്കുക. ഇത് മാത്രമാണ് അതിന് ചെയ്യാൻ പറ്റിയ പോംവഴി. ഇത് മാത്രമല്ല, ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം കൂടി ഇന്നിപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ശാസ്ത്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് വളരെ ലളിതമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള പദാവലികൾ പറഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന പദങ്ങളല്ല ഈ ശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മാറ്റി ലളിതമായി പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജ്ഞാനമുള്ള ആളുകൾ ഇവർ പറയുന്നത് എന്താണ് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിക്കരുത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കൊറോണ വൈറസ് വന്നാൽ സാധാരണ നമ്മുടെ ശരീരഭാഗങ്ങളെയൊക്കെ ആക്രമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ശ്വാസം മുട്ടിയിട്ട് ശ്വാസം കിട്ടാതെ ആണ് ആളുകൾ മരിക്കുന്നതെന്നും അറിയാം. അതിനാണ് വെന്റിലേറ്ററിൽ കിടത്തുന്നതെന്നും അറിയാം. അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ലണ്ടനിലെ അതിവിദഗ്ധരായ ചില സയൻറ്റിസ്റ്റുകൾ പരീക്ഷണങ്ങളിലൂടെ പറയുകയാണ്, ഇത് തലച്ചോറിൽ കയറിപ്പിടിക്കും. രോഗമോചനം വന്ന ആളുകളിൽ തന്നെ, പോസിറ്റീവായ ആളുകളിൽ രോഗമോചനം വന്നാലും തലച്ചോറിൽ കയറിപ്പിടിക്കും. നമ്മുടെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും ഈ വൈറസ് എന്നാണ് അവർ പറയുന്നത്. ചില്ലറക്കാരല്ല. UCL's ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോളജി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രമുഖ ന്യൂറോളജി പരീക്ഷണ സ്ഥാപനങ്ങളിലൊന്നാണ് ലണ്ടനിൽ. അവരാണ് പറയുന്നത്. എന്നിട്ട് ഒന്നുകിൽ ഭാവിയിൽ സ്ട്രോക്ക് ഉണ്ടാക്കാം ഈ വൈറസ് തലച്ചോറിൽ കയറി ഇരുന്നിട്ട്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈക്കോസിസ് അടക്കമുള്ള നമ്മുടെ മാനസിക നില തെറ്റിച്ച് കളയുന്ന സാധനങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ മനസ്സിൽ ഇല്യൂഷൻ കൊണ്ടുവരാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതായിട്ട് തോന്നും, അവിടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇല്യൂഷനിലേക്ക് കൊണ്ടുവരാം. ഇത്തരം അസുഖങ്ങൾ, ഇൻഫ്ലമേഷൻ കൊണ്ടുവരാം, വാദവും നീരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരാം. തലച്ചോറിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ ന്യൂറോൺസിനെ ആക്രമിക്കുന്ന, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന വിഷയങ്ങളിലേക്ക് വൈറസിന് വരാനുള്ള കഴിവുണ്ട് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ ഇന്നലെയും ഇന്നുമായിട്ട് സയൻറ്റിസ്റ്റുകൾ മൊത്തത്തിൽ നമ്മളെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഈ പേടി കൊണ്ടൊന്നും നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇതിനെയൊക്കെ തകർക്കുന്ന ഇതുപോലെ എത്ര എണ്ണം കണ്ടവരാണ് മനുഷ്യരാശി. 1920-കളിൽ 18-ൽ 20-ലൊക്കെ ചേർത്തുകൊണ്ട് ലോകം മുഴുവനും ആഞ്ഞടിച്ചില്ലേ പലതരത്തിലുള്ള ഫ്ലൂവും പ്ലേഗും പലതും. എന്നിട്ട് അതിനെയൊക്കെ പിടിച്ചു നിർത്തിയില്ലേ? മില്യൺ കണക്കിന് ആളുകൾ മരിക്കുമെന്ന് പറഞ്ഞിടത്ത് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക സൗഭാഗ്യത്തിന് പറ്റിയെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനേക്കാൾ അറിവുള്ളവരല്ലേ ഇപ്പോൾ മനുഷ്യ സമൂഹം. അതുകൊണ്ട് നമുക്കതിനെയൊക്കെ പോരാടി ഇത്രയും എണ്ണം തന്നെ നോക്കിയാൽ ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണമേ വന്നിട്ടുള്ളൂ ഒരു ദിവസം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശുഭപ്രതീക്ഷ ഇക്കാര്യത്തിൽ വെക്കണം. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. ഇന്ന് ചൈനയ്ക്ക് പുതിയൊരു ബോധോദയമുണ്ടായി. പറയുന്നു,
ലോകാരോഗ്യ സംഘടനയുടെ ആർക്ക് വേണമെങ്കിലും ചൈനയിൽ വരാം, ഉറവിടം കണ്ടെത്താം. ഈ വൈറസ് എവിടെ നിന്ന് വന്നു? അമേരിക്ക പതുക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പിന്മാറിയല്ലോ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്. അത് പറഞ്ഞപ്പോൾ പിന്മാറിയപ്പോഴാണ് ചൈന ചൂടായത്. ഇപ്പോൾ നിങ്ങൾ വരൂ, ആരോ വന്ന് സംസാരിക്കൂ, ഇവിടെ വന്ന് ആരെടുത്തോ സംസാരിക്കൂ, എന്ത് പരീക്ഷണമാണെങ്കിലും നടത്തൂ. ഉറവിടമുണ്ടായത് എങ്ങനെയാണ്? ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി ഇട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഏത് ശാസ്ത്ര സംഘത്തിനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചൈന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. അബുദാബി പോലീസ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ഓൺലൈൻ ഗെയിംസ് കളിക്കുന്ന കുട്ടികൾ, അവരിൽ അക്രമവാസന കണ്ടുവരുന്നതായി ഒരു സർവേ ഫലം കാണുകയാണ്. ഓരോരുത്തരുടെയും വീടുകളിൽ അവരവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നോക്കൂ, കുട്ടികൾ സംസാരിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ടോ? ഓൺലൈൻ ഗെയിം കളിക്കുന്ന കുട്ടിയാണോ? എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം ഉണ്ടായി വരുന്നുണ്ടോ? സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കൂ. അതിനുശേഷം അബുദാബി പോലീസ് പറയുന്ന കാര്യത്തിൽ എത്ര ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നോക്കൂ. 13 വയസ്സുള്ള പെൺകുട്ടി റാസൽ ഹെമയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. നേരത്തെ വാർത്ത വന്നതും അങ്ങനെയാണ്. ആ കുട്ടിയുടെ പിതാവ് പോലീസിൽ കേസ് കൊടുത്തതും ആരോ തട്ടിക്കൊണ്ടുപോയെന്നാണ്. പക്ഷേ കുട്ടി പറഞ്ഞു, വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇറങ്ങി ഷാർജയിലേക്ക് പോയി. ഏതായാലും അബുദാബി റാസൽ ഹെമ പോലീസും ഷാർജ പോലീസും ചേർന്ന് ഈ കുട്ടിയെ പിടിച്ചെന്ന് വീട്ടിൽ തിരിച്ചു കൊണ്ട് കൊടുത്തു. ആ വീട്ടിൽ വളരെ സന്തോഷമാണെന്ന് റാസൽ ഹെമയിൽ. പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഓരോ വീട്ടിലും സ്വൈരമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഒരു 5, 6, 8, 10 പേരുള്ളൊരു വീട്ടിൽ പരസ്പരം സ്നേഹമില്ലാത്തവരായി മാറുന്ന സാഹചര്യം എങ്ങനെ വന്നതാണ്? ആ സ്നേഹം ഉണ്ടാക്കാൻ എന്താണ് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനും പറ്റിയൊരു സംഭവവും സമയവുമാണ് ഈ 13 വയസ്സുകാരിയുടെ തിരോധാനം എന്ന കാര്യം മനസ്സിലാക്കണം. ഏത് നാട്ടിലെ കുട്ടി, ആരുടെ കുട്ടി എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല ഇപ്പോൾ പറയുന്നതിന്. 2 എമിറേറ്റുകളിലെ പോലീസിനെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ 2 പേരും നന്നായിട്ട് ഇടപെട്ടു. ആ മാതാപിതാക്കളുടെ സങ്കടം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റി. കുട്ടി പറയുന്നു, എന്നെ ആരും തട്ടിക്കൊണ്ടു പോയില്ല, ഞാൻ ഇറങ്ങിപ്പോയതാണ്, വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരും അടുക്കളയിൽ ആഹാരം കഴിക്കുന്ന തീന്മേശയിൽ ഒക്കെ സംസാരിക്കേണ്ട വിഷയമാണ്. അബുദാബിയിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസി കൂടുതൽ സൗകര്യം ജൂലൈ 15 മുതൽ ഏർപ്പാടാക്കുന്നു. അബുദാബിയിലും അലയിലുമൊക്കെയുള്ള സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു. എയർ ഇന്ത്യ വിൽക്കാൻ വച്ചിരിക്കുകയാണല്ലോ. ബിഡിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ഇപ്പോഴുള്ള ഒരേ ഒരു കമ്പനി ടാറ്റ ഗ്രൂപ്പ് മാത്രമാണ്. മിക്കവാറും ടാറ്റയ്ക്ക് എയർ ഇന്ത്യ കിട്ടുമെന്ന അർത്ഥത്തിൽ പോകുന്നു. ഓഗസ്റ്റ് 31 വരെ ബിഡിങ്ങിന് വേണ്ടി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെ വേറെ ആരും വന്നിട്ടില്ല. എയർ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കുന്ന സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട്. അവരാദ്യം താല്പര്യം കാണിച്ചിട്ട് ഒന്ന് നോക്കി, ഇല്ല പെണ്ണ് കാണാൻ വന്നിട്ട് പെട്ടെന്ന് ഓടിക്കളയുന്നത് പോലെ മാറിക്കളഞ്ഞു. ഇപ്പോൾ അവരില്ല. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് മാത്രമാണ് എയർ ഇന്ത്യയെ സ്വീകരിക്കാൻ വേണ്ടി ബിഡിംഗ് ഉള്ളത്. എന്നാൽ ഗവൺമെൻറ് തീയതി നീട്ടിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യെന്ന അഭിപ്രായമാണ് പുറത്തു വരുന്നത്. ഇന്ന് UAE-യിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 327 മൊത്തം മരണസംഖ്യ. ഇന്നത്തെ കേസുകൾ 445, മൊത്തം കേസുകൾ 53,045. പുതിയ റിക്കവറി അതിനേക്കാൾ കൂടുതൽ 568. മൊത്തം റിക്കവറി 42,282. ഇപ്പോൾ ആക്റ്റീവ് കേസായിട്ടുള്ളത് 10,436. ദുബായിലെ ഫീൽഡ് ആശുപത്രി ട്രേഡ് സെൻ്ററൊക്കെ അടച്ചല്ലോ. അവസാനത്തെ രോഗിയെയും പൂക്കൾ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഇനി ഇവിടെ രോഗിയില്ല, ഞങ്ങളത് അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞു. ഇന്നലെയും 51,000 ടെസ്റ്റ് നടത്തിയിരിക്കുക UAE-യിൽ. ഗ്ലോബൽ ആവറേജ് റിക്കവറി ഇപ്പോൾ 48%. 100 പേർക്ക് രോഗമുണ്ടെങ്കിൽ ആഗോളാടിസ്ഥാനത്തിൽ 48 പേർ റിക്കവറി ആവുന്നു. കഴിഞ്ഞ മാസം വരെ UAE-യിൽ 55% റിക്കവറി. ഇന്ന് UAE-യിലെ കണക്ക് നിങ്ങൾ അറിയണം, 80% റിക്കവറി. മൊത്തത്തിൽ എത്ര പേർക്ക് രോഗം വന്നോ അതിൻ്റെ 80% ആളുകൾ റിക്കവറിയായി. കൃത്യമായി ചോദിച്ചാൽ 79.91% ആളുകൾ റിക്കവറിയായ രാജ്യമാണ് UAE. ഓഗസ്റ്റോടുകൂടി 6 മില്യൺ ആളുകൾക്ക് ടെസ്റ്റ് നടത്തിയിരിക്കുമെന്നാണ് പറയുന്നത്, ആകെയുള്ള 9.5 മില്യണിൽ. കേരളത്തിൻ്റെ സുവർണപുത്രി എന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിക്കുന്ന ട്രോളോട് ട്രോൾ ചേർന്ന് നിൽക്കുന്ന സ്വപ്ന സുരേഷ് UAE-യുമായിട്ടും നല്ല ബന്ധത്തിലാണ്, ഇവിടുത്തെ ആളുകളുമായിട്ടും ഭൂപ്രകൃതിയുമായിട്ടും ഒക്കെ വളരെ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്ന രൂപത്തിൽ ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തമാശയായിട്ടാണെങ്കിലും ഈ സ്വപ്നയുടെ ഫോട്ടോ ഇങ്ങനെ മാസ്കിൻ്റെ രൂപത്തിൽ വെച്ചിട്ട്, രാഷ്ട്രീയക്കാരുടെ ഫോട്ടോയും IT സെക്രട്ടറിയുടെ ഫോട്ടോയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുകയാണ്. ഉപവാസവും UAE-യിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കണം, ഈ സ്വർണ്ണക്കടത്ത് വിഷയം എങ്ങനെ വന്നു എന്ന കാര്യം അന്വേഷിക്കണം. മധ്യപ്രദേശിലെ ഗ്വാളിയർ, അവിടെ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, കൊണ്ടുപോയി കോവിഡ് ആശുപത്രിയിൽ വോളണ്ടിയർ ആക്കും. അതാണ് ശിക്ഷ. അല്ലെങ്കിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കാൻ വേണ്ടിയാക്കും. അതുകൊണ്ട്
കിൽ കൊറോണ ക്യാമ്പയിൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലും ചില ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ മാസ്ക് ധരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നട റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അമേരിക്കയിൽ സ്കൂളുകൾ റീ ഓപ്പൺ ചെയ്യുന്ന വിവാദം കത്തിജ്വലിക്കുന്നു. ട്രംപ് ചോദിച്ചത് എന്തുകൊണ്ട് ജർമ്മനി, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ ഇവരൊക്കെ തുറക്കുന്നു, നമുക്ക് എന്തുകൊണ്ട് തുറന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിവാദം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത്രയും വിവാദങ്ങളുടെ തോഴനായിട്ടുള്ളൊരു അമേരിക്കൻ പ്രസിഡന്റ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കയിൽ ഏതായാലും രോഗബാധ ഇപ്പോൾ 3.1 മില്യൺ കടക്കുകയും 1,34,300 പേർ മരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ വീണ്ടും ലോക്ക്ഡൌൺ. ഫ്രാൻസ് വീണ്ടും ലോക്ക്ഡൌൺ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണെന്ന്. കേരളത്തിൽ റെക്കോർഡ് കേസുകളുടെ എണ്ണം 301. ഇതിൽ 99 ഗൾഫിൻ്റെ സംഭാവന എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സൗദി, UAE, ഒമാൻ, ബഹ്റൈൻ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ പോയി. കേരളത്തിലെ 301-ൽ ഒരു കേരള കേന്ദ്രം പൂന്തുറ സൂപ്പർ സ്പ്രെഡിലേക്ക് മാറിയിരിക്കുന്നു, സാമൂഹിക വ്യാപനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് ഉറവിടമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 7,68,000 കേസുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നോടുകൂടി മരണസംഖ്യ 21,144 ആയിരിക്കുന്നു. ആഗോളാടിസ്ഥാനത്തിൽ 1,20,50,000 കേസുകൾ, മരണസംഖ്യ 5,48,998. ഇപ്പോൾ ആക്റ്റീവായി 45,15,000 ചില്ലുവാനം. അതിൽ തന്നെ വളരെ സീരിയസ് ആയി കഴിയുന്നവർ 58,293. ഇന്നത്തെ ജൂലൈ 8 മരണം ഇതുവരെ 3,320 അത് കൂടുതലാണ്. ഇതുവരെ നേരം വെളുക്കുമ്പോൾ ഉള്ളൊരു സംഖ്യയാണ് അവസാനമായിട്ട് കിട്ടുന്നത്. സാധാരണ ഈ സമയത്തൊക്കെ 2,000, 2,200, 2,500 അങ്ങനെ വരുന്നതാണ് ഈ 10 മണി കഴിയുമ്പോൾ. ഇന്നിപ്പോൾ 3,320 ആയിട്ടുണ്ട്. അപ്പോൾ കുറയുന്നില്ല, ഇത് കൂടുകയാണ് എന്ന് മനസ്സിലാക്കണം. ശാസ്ത്ര സത്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനൊന്ന് താരതമ്യം ചെയ്യണം, പഠിക്കണം. സൗദി അറേബ്യയിൽ 42 കേസുകൾ, ഖത്തറിൽ 4, UAE-യിൽ 1, കുവൈറ്റിൽ 2, ഒമാനിൽ 9 കേസുകളാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശാസ്യമല്ലാത്ത വിധത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ് ഈ കോവിഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതേസമയം അതേ നാണയത്തിൻ്റെ മറുവശമായിട്ട് അതിനെ ഒപ്പം സഞ്ചരിപ്പിക്കാനുള്ള രീതി സ്വീകരിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ പോകണ്ട, വാക്സിൻ വന്നില്ലെങ്കിൽ വരണ്ട, മരുന്ന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മനസ്സിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അകലം പാലിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ, മറ്റൊരാളുടെ ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റെടുക്കാത്ത വിധത്തിൽ ഒരു അകലം പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതക്രമം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി പറയുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും കാണുന്ന നിങ്ങളും എല്ലാവരും അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ട രൂപത്തിൽ അറിയിച്ചുകൊണ്ടും പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിട്ടേ പറ്റൂ. ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവത്തിൽ ഓരോ കാര്യമുണ്ടാവും. എങ്ങനെ ശരീരത്തിന് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ പറ്റും? ചിലർ പറയും വിറ്റാമിൻസ് വാങ്ങിക്കഴിക്കാം, ചിലർ പറയും ഫ്രൂട്ട്സ് കഴിക്കാം, പച്ചക്കറി കഴിക്കാം, ചിലർ പല പല വിധത്തിൽ ഓരോന്ന് പറയും. വെയിൽ കൊള്ളാൻ പറയും. വെയിൽ കൊള്ളാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വേറെയുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആഹാരത്തിലും ജീവിത രീതിയിലുമൊക്കെ മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെ എന്നുള്ളത് ഓരോരുത്തരും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ചുറപ്പുവരുത്തി മുന്നോട്ട് പോയാൽ ഈ വൈറസിനെ നമുക്ക് നമ്മളെ ആക്രമിക്കാതെ മാറ്റി നിർത്താൻ പറ്റും എന്ന് ശാസ്ത്രത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പോടെ അതിലേക്കുള്ള സഞ്ചാരത്തോടെ തൊഴിലവസരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ അയക്കും. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നു, അതിനുള്ള പ്ലാറ്റ്ഫോമായി ദുബായ് വാർത്ത മാറുന്നു എന്നുള്ളതൊക്കെ അറിയുന്ന ചാരിതാർത്ഥ്യം, സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നന്ദിയോടെ ജൂലൈ 8 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.